കടുത്ത പനിയും അപസ്മാരവുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ഗോത്രവിഭാഗത്തിൽപ്പെട്ട 1.5 വയസ്സുകാരന് ആശുപത്രി മാറ്റത്തിന് സൗജന്യ ആംബുലൻസ് ലഭിച്ചില്ലെന്ന് പരാതി. ചികിത്സ വൈകിയതോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ കുഞ്ഞിനെ കോട്ടയത്തേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ സേവാഭാരതി ഡിഎംഒയ്ക്ക് പരാതി നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 5ഓടെയാണ് പത്തനംതിട്ട ഉദിമൂട് സ്വദേശിയായ ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞിനെ കടുത്ത പനിയും അപസ്മാരവും ബാധിച്ചതിനെ തുടർന്ന് ഓട്ടോയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാണെന്ന് കണ്ടതോടെ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് മറ്റോട്ടത്തിലായതിനാൽ 108 ആംബുലൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓട്ടം പോയ ആംബുലൻസ് എത്താൻ വൈകുമെന്ന് അധികൃതർ പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിച്ചു. സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ കുട്ടിയുമായി വന്നവരുടെ കയ്യിൽ പണവും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും 1 മണിക്കൂറോളം വൈകി. തുടർന്ന് സേവാഭാരതി പ്രവർത്തകർ വിവരമറിയുകയും ശബരിമല തീർത്ഥാടകർക്ക് സേവനത്തിനായി കിടന്ന അവരുടെ ആംബുലൻസിൽ സൗജന്യമായി കുഞ്ഞിനെ കോട്ടയത്തെത്തിക്കുകയും ചെയ്തു. ഇവിടത്തെ സൗകര്യപ്രദം കോട്ടയം ICHലേക്ക് റെഫർ ചെയ്യുകയും ഇവിടെ ട്രാവലിന് പോകാൻ വണ്ടിയില്ലാത്തതിനാൽ അവർ 108 വിളിച്ചു. 108 വരെ 1/2 മണിക്കൂർ ഡിലേ ആവുകയും എന്ന് പറഞ്ഞു. സ്വകാര്യ ആംബുലൻസ് വിളിച്ചു പോകാൻ അവരോട് പറയുകയും ചെയ്തു. നമ്മളത് കേട്ടോണ്ടിരുന്നു. നമ്മൾ സേവാഭാരതി ഫ്രീ ആയിട്ടാണ് കോട്ടയം ICHലേക്ക് കൊണ്ടുപോയത്. കുട്ടിക്ക് ഫിക്സ് പോലെ വണ്ടി വെച്ച് 2 തവണ വന്നു. നമ്മൾ ട്രിപ്പ് വിട്ടാണ് കൊണ്ടുപോയത് വണ്ടിയിൽ. നിലവിൽ കുട്ടി കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി ആംബുലൻസ് നൽകണമെന്നാണ് നിയമം. ഇതിനൊന്നും വേണ്ട സജ്ജീകരണങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ല എന്നാണ് പരാതി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സേവാഭാരതി DMOയ്ക്ക് പരാതി നൽകി. ശബരിമല തീർത്ഥാടന കാലമായിട്ട് പോലും ജനറൽ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലെന്നും അവർ ആരോപിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട.